ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് PCOD, പ്രഗ്നൻസി, ഡെലിവറി ആൻഡ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. എൻ്റെ ആ ഒരു ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള കുറച്ച് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? PCOD എന്ന് തുടങ്ങാം. PCOD ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എപ്പോഴും ഇറഗുലർ പീരീഡ്സ് വരുന്ന സമയത്ത്. വേറെയും കാരണങ്ങളുണ്ട്, എങ്കിലും ഇറഗുലർ പീരീഡ്സ് ആവുന്ന സമയത്ത് നേരെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ അതിൽ കാണുന്നതാണ് ഈ PCOD, PCOS, ഹോർമോൺ ചേഞ്ചസ് എന്നൊക്കെ. ഞാനും ഇതേപോലെ തന്നെ എനിക്ക് 28-29 ഡേയ്സ് ആയിരുന്ന പീരീഡ് സൈക്കിൾ ഒരു 30 കഴിഞ്ഞപ്പം ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനെയാണ് കല്യാണത്തിന് ഒരു 3-4 മാസം മുന്നെയാണ് ഇങ്ങനെ ഇറഗുലർ പീരീഡ്സ് ആവാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു 4-5 ദിവസത്തെയൊക്കെ വ്യത്യാസങ്ങളെ പീരീഡ്സിൽ വന്നിട്ടുള്ളൂ, ഒരുപാട് ദിവസത്തെ ഒന്നും വന്നിട്ടില്ല. ഹോമിയോ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, തനിക്ക് ടെൻഷനുണ്ടോ? അപ്പം കല്യാണമാണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പം എനിക്ക് നല്ല ടെൻഷനുണ്ടോ? അപ്പം ഞാൻ നല്ല ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ട്, മുടിയൊക്കെ പൊഴിയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, തനിക്ക് ഞാൻ ടാബ്ലറ്റ് തരാം. ഇതിപ്പം നമ്മൾ 35 ഡേയ്സ് വരെയുള്ള പീരിയഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നോർമലാണ്, നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അതായത് ഒരു 40-45 അങ്ങനെയും കുറേ വ്യത്യാസം വരുവാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ മരുന്നൊക്കെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തൽക്കാലം കുറച്ച് മരുന്നൊക്കെ തന്നു വിട്ടു. എന്തോ ഡിപ്രഷൻ്റെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മരുന്നൊക്കെ തന്നു വിട്ടു. മരണത്തിൻ്റെ സമയമായപ്പോഴത്തേനും ഞാൻ നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എക്സസൈസ് ചെയ്ത് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് കുറച്ച് ആ ഒരു പൊക്കം കുറഞ്ഞിട്ട് ഇച്ചിരി ഉരുണ്ടിരിക്കുന്ന ആ ഒരു ശരീരപ്രകൃതിയൊക്കെ ഒന്ന് കുറച്ചൊരു ഷേപ്പൊക്കെ ആക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ ആൾ ഒരു മാസത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആൾ പോവുകയും ചെയ്തു. പിന്നെ ആ ഹസ്ബൻഡ് വരാറൊക്കെ ആയപ്പോൾ 2 വർഷം കഴിഞ്ഞാണ് ആൾ വരുന്നത്. അപ്പോൾ ആൾ വരാറൊക്കെ ആയ സമയത്ത് വീണ്ടും ഇതേപോലെ ഒരു കുറച്ച് വ്യത്യാസം, ഒരു 5-6 ദിവസത്തെ വ്യത്യാസം തോന്നിയ സമയത്ത് ഞാൻ ഓർത്തു, എന്താണേലും നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടേക്കാം, വേറെ മരുന്നുകളൊന്നും കഴിക്കേണ്ട, ഇംഗ്ലീഷ് മരുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ നേരെ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴത്തേനും ഒരു ഓവറിയിൽ 1-2 സിസ്റ്റൊക്കെ ഉണ്ട്, അത് മരുന്ന് കഴിച്ച് മാറാവുന്നതേ ഉള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, PCOD സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി, ഇതിന് വേണ്ട ഡയറ്റും അതേപോലെ തന്നെ എക്സസൈസും ഒക്കെ കാണും. അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നത് കൂടെ അതും കൂടെ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തിട്ട് ഡയറ്റൊക്കെ നോക്കി. ഡയറ്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് കൺട്രോൾ ചെയ്തു. അപ്പം ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം കുറച്ച് ചോറ് കഴിക്കുക, രാവിലെയും വൈകിട്ടും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. ഷുഗർ അടങ്ങിയ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി, മധുരമുള്ളതൊന്നും അധികം കഴിക്കുന്നേ ഇല്ല, ചായയും കാപ്പിയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. എക്സസൈസൊക്കെ ചെയ്തു. ഡോക്ടർ അപ്പം നമ്മുടെ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് വെയിറ്റ് കുറച്ച് കൊണ്ടുവരിക, എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് ഒരുപാട് വെയിറ്റ് വെക്കുമ്പോൾ ഓവർ വെയിറ്റ് ആണ്, അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. വെയിറ്റ് എന്ന് പറയുന്നത് എനിക്ക് 56 കിലോ ഉണ്ടായിരുന്നു PCOD ഉള്ള സമയത്ത്, അത് 51 കിലോയിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അങ്ങനെ ഞാനൊരു 2 മാസം കൊണ്ട് എൻ്റെ വെയിറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ ആളും നാട്ടിൽ വന്നു. ആ സമയം കോവിഡിൻ്റെ ടൈമാണ്. ആൾ നാട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ കൺസീവ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് നമുക്ക് ജനറൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ടൊരു ടെൻഷൻ, കാരണം കോവിഡ് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്നതായതുകൊണ്ട്. അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റേണിറ്റി മാത്രം വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേനും ഏപ്രിൽ 21-ാം തീയതിയാണ് ഡെലിവറി ഡേറ്റ്. പക്ഷേ നമ്മൾ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തോടിനക്ക ചേട്ടൻ്റെ വീട്. അതുമാത്രമല്ല തോട്ടിലിങ്ങനെ പാലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങി നടന്നൊക്കെ പോകണം, പിന്നെ കുറേ സ്റ്റെപ്പൊക്കെ കയറി വേണം റോഡിലെത്താനായിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് പെയിൻ ആവുമോ അല്ലെങ്കിൽ കൺട്രാക്ഷനോ വാട്ടർ ബ്രേക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനൊരു കണ്ടീഷൻ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ നേരത്തെ അഡ്മിറ്റ് ആയിരിക്കും, കാരണം പെയിൻ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്റ്റെപ്പൊക്കെ കയറി പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഏപ്രിൽ 18 ആകുമ്പോഴത്തേനും ഡെലിവറി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിഷുവിൻ്റെ തലേ ദിവസം ഞങ്ങൾ അഡ്മിറ്റ് ആവുന്നു. അഡ്മിറ്റ് ആയതിനു ശേഷം പെയിനോ കാര്യങ്ങളോ യാതൊന്നും വന്നില്ല. ഞാനവിടെ സ്ക്വാട്സ് എക്സസൈസ് ചെയ്തു, ആ വരാന്ത തോറും നടന്നു, സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി, മാക്സിമം ഈന്തപ്പഴമൊക്കെ കഴിച്ചു, എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടും ഡെലിവറി പെയിൻ വന്നൊന്നുമില്ല. ഇനി നമ്മൾ 21-ാണ് ഡേറ്റ്, അപ്പോൾ 19-ാം തീയതി നമുക്ക് മരുന്ന് വെക്കാം പെയിൻ വരാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോസസ്സൊക്കെ ചെയ്ത് മരുന്നൊക്കെ വെച്ചു. മരുന്ന് വെച്ചിട്ടും പെയിനും കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് പെയിനൊക്കെ ആവാൻ തുടങ്ങി. പക്ഷേ എന്നിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഡോക്ടർ PV ചെയ്തിട്ടൊന്നും സെർവിക്സ് ഒന്നും ഓപ്പൺ ആയിട്ടൊന്നുമില്ല. നമുക്ക് പിറ്റേ ദിവസം ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഇത് തന്നെ ചെയ്തു.
അത് കഴിഞ്ഞൊരു ഏകദേശം ആ ഒരു 6 മണി സമയത്താണ് മരുന്ന് വെക്കുന്നത്. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തൊട്ട് എനിക്ക് പെയിൻ ആവാൻ തുടങ്ങി. പിന്നെ എന്നെ ഒബ്സർവേഷൻ പെയിൻ ആവുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്താൽ സെർവിക്സ് ഓപ്പൺ ആവുന്നില്ല. പെയിൻ കൂടി കൂടി വരുന്നുണ്ട്. കൺട്രാക്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കുറച്ച് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൗൺ ആവുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ഏകദേശം ഒരു 3 മണി വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 മണി വരെ വെയിറ്റ് ചെയ്തപ്പോഴും പെയിൻ നന്നായിട്ടാവുന്നുണ്ട്. പക്ഷേ സെർവിക്സ് ഓപ്പൺ ആകുന്നില്ല. കുഞ്ഞിന് 2 തവണ പുക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട. മാത്രമല്ല നല്ല പെയിൻ ഉള്ളതുകൊണ്ട് യൂട്രസ് റപ്ചർ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി വെയിറ്റ് ചെയ്യുന്ന റിസ്ക് ആണ്. സി സെക്ഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് തിയേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഏകദേശം അരമണിക്കൂർ കൊണ്ട് പരിപാടി എല്ലാം കഴിയണമെന്ന് ഡോക്ടർ അവിടെ പറഞ്ഞു. അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വന്നു. ഞാൻ ഇതിനിടയ്ക്ക് പുഷ് ചെയ്യുകയൊക്കെ ചെയ്തു. തിയേറ്ററിൽ ചെന്നു അനസ്തേഷ്യയൊക്കെ വെച്ചു. അനസ്തേഷ്യ എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. നട്ടെല്ല് വളച്ച് നട്ടെല്ലിനൊരു ഇഞ്ചക്ഷൻ തന്നു. ഒരൊറ്റ പൊളച്ചിലായിരുന്നു ഡോക്ടർ പറഞ്ഞു. കാരണം ഇങ്ങനെ പൊളയുകയൊക്കെ ചെയ്താൽ ഇതിൻ്റെ മരുന്നൊക്കെ എവിടെയൊക്കെ ചെല്ലുമെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നെ ഷൗട്ട് ചെയ്തു. നമ്മൾ ഓൾറെഡി പെയിന്, അതിനിടയ്ക്ക് ടെൻഷൻ, ഇതൊക്കെ എന്തായി തീരുമെന്നറിയില്ല. പിന്നെ ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ അത് വേറെ. എല്ലാം കൂടെ നല്ല ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഒരു ചീത്തയും കൂടെ കേൾക്കുന്നത്. ശരിക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവിടെ അങ്ങ് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അനസ്തേഷ്യ വെച്ചപ്പോൾ റെഡിയായി. വേഗം തന്നെ മരപ്പൊക്കെ ആയി തുടങ്ങി. പിന്നെ നമ്മൾ നമ്മുടെ മാംസത്തിൽ ഇങ്ങനെ കീറി മുറിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വേദനയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇവർ പറയുന്നതൊക്കെ കേട്ടോണ്ട് അങ്ങനെ കിടന്നു. കഴിഞ്ഞപ്പോഴത്തേനും പറയുന്നുണ്ടായിരുന്നു അവൾ പുഷ് ചെയ്തിട്ടുണ്ട്, കുഞ്ഞ് കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരിങ്ങനെ തട്ടിയും മുട്ടിയും വലിച്ചൊക്കെയാണ് കുഞ്ഞിനെ എടുത്തത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ. ദൈവമേ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കാണോ, ഞാനിങ്ങനെ പുഷ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ എടുത്തപ്പോൾ കുഞ്ഞ് കരഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. കഴുത്തിന് താഴോട്ടല്ലേ മരയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ കേട്ടാൽ തന്നെ ഭയങ്കര സമാധാനം. ഞാനാണ് ഫുള്ള് പ്രാർത്ഥിച്ച് അവളിങ്ങനെ അവിടെ കണ്ണ് തുറന്നാണ് കിടന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്താ എങ്ങനെയാണെന്നോ ഒരു ഐഡിയ ഇല്ല. നമ്മളൊരു 8-ാം മാസം വരെ ആ ഒരു പ്രഗ്നൻസി പീരീഡ് എൻജോയ് ചെയ്യും. പക്ഷേ ഒരു 8-ാം മാസം ആയി കഴിയുമ്പം തൊട്ട് പിന്നെ ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രഗ്നൻസി ഒന്ന് കംപ്ലീറ്റ് ആയി കുഞ്ഞിനെ ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് 2 പ്രഗ്നൻസിയിലും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ആയിരുന്നു. ഒരു 8-ാം മാസം തൊട്ട് പിന്നെ ഭയങ്കര ഇതാണ്, എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിയണം. കാരണം കുറച്ച് പെയിനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ആകുന്നതുകൊണ്ട്. അങ്ങനെ കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ കുഞ്ഞാണെങ്കിൽ കരഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ബേബി ബോയ് ആണെന്ന് പറഞ്ഞു. സമാധാനം. എല്ലാവരും പെൺകുട്ടിയാണെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ബോയ് ആണെങ്കിലും സമാധാനമായി. ദൈവമേ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണല്ലോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു അയ്യോ കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ എനിക്ക് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, മെക്കോണിയൊക്കെ പാസ് ചെയ്യുന്നത് അതൊന്നും നല്ലതല്ല അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ കേട്ടപ്പോഴത്തേനും ഞാൻ എന്തായാലും അവർ പെട്ടെന്ന് സിസേറിയൻ ചെയ്ത് നന്നായി എന്നുള്ളൊരു ചിന്തയായി. ഞാൻ വെച്ചു ഇത്ര നേരത്തെ പരിപാടിയേ ഉള്ളൂ, ഇതിന് വേണ്ടിയിട്ടാണോ ഇത്രയും പെയിനൊക്കെ തന്നത്? പിന്നെ അവർക്ക് ആദ്യമേ ഇതൊക്കെ നോക്കിയാൽ പോരായിരുന്നു. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള പെയിനും കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. നമ്മളിങ്ങനെ മരച്ച് കിടക്കുന്നതുകൊണ്ട് അത്രേ ഉള്ള പരിപാടി, ആ പരിപാടിയെല്ലാം കഴിഞ്ഞല്ലോ. അങ്ങനെയുള്ളൊരു അവസ്ഥ ഞാൻ അവിടെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒബ്സർവേഷനിലേക്ക് മാറ്റിയപ്പോൾ എല്ലാവരും കാണാനായിട്ട് വന്നു. ആകെ നമുക്ക് ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ആ ഒരു ഒബ്സർവേഷൻ റൂമിൽ നിന്ന് എനിക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. അവനെ ഒന്ന് എടുക്കാനോ, അവൻ കരയുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. 2 അമ്മമാരെ ഈ ഒബ്സർവേഷൻ റൂമിൽ എൻ്റെ കൂടെ ആക്കിയിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവിടുത്തെ നേഴ്സുമാരാണ്. എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണാനോ അവനെ ഒന്ന് എടുക്കാനോ ഫീഡ് ചെയ്യാനോ എനിക്ക് ഏറ്റവും സങ്കടപ്പെട്ടൊരു കാര്യമായിരുന്നു. കാരണം അവിടെ എൻ്റെ അമ്മമാർ പറയുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ നോർമൽ ഡെലിവറി ആയിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു ഇത് നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിൽ പെട്ടെന്ന് കുഞ്ഞിന് ഫീഡ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നല്ലോ, പക്ഷേ കുഞ്ഞ് കരയുന്നവന് വിശന്നിട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരമ്മയെന്നുള്ള ഒരു ലേബൽ നമുക്ക് കിട്ടിയ ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു ഇതും കൂടെ കേട്ടപ്പോൾ. കാരണം എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എനിക്കൊന്ന് എഴുന്നേൽക്കാൻ പറ്റുമോ, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് എഴുന്നേറ്റ് എൻ്റെ മോന് ഫീഡ് ചെയ്യണം, അങ്ങനത്തെ ചിന്തകൾ മാത്രമേ. അവൻ്റെ കരച്ചിൽ, അവൻ വിശന്നിരിക്കുന്നു, അവൻ വിശന്ന് വല്ലാണ്ട് കരയുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ എനിക്കറിയത്തില്ല. അത്രയും നമുക്ക് വല്ലാത്തൊരു വിഷമം. അവിടെ എൻ്റെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ബെഡിൽ കിടന്ന് കുറേ കരഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. അമ്മമാർ മാറി മാറി കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്നു. ആ സമയത്ത് അവരവിടെ ബോട്ടിൽ ഫോർമുലയാണ്
അവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഫോർമുല മിൽക്കൊക്കെ കൊടുത്തു. അപ്പോൾ കുറച്ച് നേരം അവൻ ഉറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവൻ അതിൻ്റെ കരച്ചിൽ. പിന്നെ എനിക്ക് എങ്ങനെയും ഒന്ന് മോനെ ഒന്ന് അടുത്ത് കിട്ടണം എന്നുള്ളൊരിതായിരുന്നു. പിന്നെ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു മോനെ കുറച്ച് നേരം അടുത്ത് കിടത്താം. അങ്ങനെ എൻ്റെ അടുത്തൊക്കെ കിടത്തി. മനസ്സിൽ വേദന തോന്നിയ കാര്യം കുഞ്ഞിൻ്റെ കാര്യത്തിലായിരുന്നു. ഇങ്ങനെയൊക്കെ ആണല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷനും വിഷമവും അതേപോലെ തന്നെ ഡിപ്രഷനും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം ആ ഒരു കട്ടിലേന്ന് എഴുന്നേൽക്കുന്നൊരവസ്ഥയുണ്ട്. എൻ്റെ പൊന്നോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത ഒരു വേദനയും ബുദ്ധിമുട്ടും ഒക്കെയാണ്. റൂമിലേക്ക് മാറി പിന്നെ പതിയെ കുഞ്ഞിനെ ഫീഡൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ ആ ഒരു പെയിനും കാര്യങ്ങളും ഒക്കെ പതിയെ മാറിയതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആകുന്നത്. ശരിക്കും പറഞ്ഞാൽ നോർമലുകാർ പറയും ഏറ്റവും പെയിൻ അവർക്കാണ്, സിസേറിയൻകാർ പറയും ഇല്ല അവർക്കാണ് പെയിനെന്ന്. ഇത് കമ്പയർ ചെയ്ത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും പെയിൻഫുള്ളാണ്. ഇപ്പോൾ ഒന്ന് നോർമലും രണ്ടാമത്തെ സിസേറിയനും ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റും അത് തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ നമുക്ക് എല്ലാവർക്കും തന്നെ അത് പെയിൻ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. എന്താന്ന് പറഞ്ഞാലും ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്ന് ഈ ഒരു പ്രഗ്നൻസിയും അത് കഴിഞ്ഞിട്ടുള്ള ഡെലിവറിയും ഇത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സംഭവമാണ്. ഈ ഒരു ഡിപ്രഷൻ കൂടി ആൾക്കാർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് അത്രയും ലെവലിലോട്ടൊന്നും പോയില്ല. പോകാതെ തന്നെ ഒരുവിധം കൺട്രോൾ ചെയ്ത് നമുക്ക് പോകാൻ പറ്റി. അത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് പ്രഗ്നൻസി ഇതെന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ആ ഒരു സെക്കൻഡ് ഡെലിവറിയുടെ വിശേഷങ്ങളൊക്കെ പറയാം. ആ കൂടെ ഈ ഒരു രണ്ട് പ്രൈവറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് രണ്ട് ഹോസ്പിറ്റൽസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ കൂടെ ഞാൻ അതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും കമൻ്റൊക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.